Hi friends, welcome to I Choose Kitchen. ഇന്ന് നമുക്ക് നാടൻ പയർ ഉലർത്തിയത് ഉണ്ടാക്കാം. ഇത് നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പയർ ഉലർത്തിയതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വൻപയർ, ചെറിയ ഉള്ളി, ഉണക്കമുളക്, വെളുത്തുള്ളി ചതച്ചത്, മഞ്ഞൾപ്പൊടി, കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ, കറിവേപ്പില. ആദ്യം നമുക്ക് പയർ വേവിച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് പയർ 4 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പയറാണിത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പയറായ കാരണം നമുക്ക് ഒരുപാട് നേരം കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു വിസിൽ വരണ വരെ വേവിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ പയറിന്റെ 1/4 ഭാഗത്തോളം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരണ വരെ വേവിച്ചെടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും ഉണക്കമുളക് ഇട്ടിട്ട് ഒന്ന് ചെറുതായി അടിച്ചെടുക്കാം. ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇതിലേക്ക് ഞാനൊരു 10 ഉണക്കമുളകും ഏകദേശം ഒരു 15-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറണ വരെ നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പൊ ചെറിയുള്ളിയും ഉണക്കമുളകും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയർ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ പയർ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മൾ ചുവപ്പ് പയർ കൊണ്ട് ചെയ്തതുപോലെ തന്നെ നമുക്ക് പച്ചക്കളറുള്ള പയർ കൊണ്ടും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.